ഹായ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ബിഗ് ബോസിൽ പോയ രേണുസുതിയെ കുറിച്ചൊന്ന് പറയാനാണ്. നമ്മളെ രേണുസുതി യൂട്യൂബിനകത്തിട്ട് കമൻ്റ് ഇട്ട് ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞു എടുത്ത് എന്തായാലും യൂട്യൂബിനകത്തിട്ട് കഴുകി മിനുക്കി എടുത്തിട്ട് ആടിച്ച് കാലയിലേറ്റി എന്തായാലും അതിൻ്റെ തലയും കൊണ്ട് അത് ബിഗ് ബോസിൽ പോയി. ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ടും അതിന് വെറുതെ വിടുന്നില്ല. ബിഗ് ബോസിൽ അത് നേരത്തെ കൂട്ടി 50,000 രൂപ ഓഫറൊക്കെ ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളെ യൂട്യൂബർ ഒരാൾ വന്ന് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാവോ എന്ന് നമുക്കറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല സംഭവം. ഇനിയിപ്പോൾ ബിഗ് ബോസിനകത്ത് ഇനി രേണുവിന് ആരെങ്കിലും അടുത്ത് പോയി ഇരിക്കുക. അതിലാണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ടേ. കുറെ വില്ലന്മാരും വില്ലത്തികളാണ് കയറിയേക്കുന്നത്. പാവം പിടിച്ച ഒരു പെങ്കൊച്ചാണ് ഇത്. അതിനെയും കൂടെ അതിനകത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അവരെ എല്ലാവരെയും കൂടെ വെച്ച് നോക്കുമ്പോൾ രേണുസുതി ഒരു ഇച്ചിരിയേ ഉള്ളൂ. ഇനി അവരിനി എപ്പോഴാണോ എന്തോ രേണുസുതി എടുത്തിട്ട് ആടിച്ച് ആലക്കി വൃത്തിയാക്കി ഇനി ആശയത്ത് നോക്കുന്നതെന്ന് ഒന്നും അറിയാൻ വയ്യ. എന്തായാലും തുടങ്ങിയിട്ടുണ്ട് അടി, അത് വേറൊരു കാര്യം. എങ്കിൽ തന്നെയും അത് അവരുടെ വല്ല പറയുന്നതൊക്കെ അതാ ഒരു ഒരു ഇതുവാ പറയുന്നത്, ഒരു ജോലിയാണ് അത് അവരുടെ അവിടെ ചെയ്യുന്നത്. അത് ബിഗ് ബോസുകാർ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവർ അതേ കണക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇനിയിപ്പോൾ രേണുവിന് ഇനിയിപ്പം ആ ബിഗ് ബോസിലുള്ള ആണുങ്ങളെടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവരുമായിട്ട് മിണ്ടാൻ പറ്റത്തില്ല. ഇങ്ങേറ്റം എന്തിനു പറയും, നമ്മളെ മോഹൻലാൽ അണ്ണന് പോലും രേണുവിൻ്റെ കൂടെ ഇനി മിണ്ടാനും പറയാനൊന്നും പറ്റത്തില്ല. കാര്യം ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് നമ്മളെ യൂട്യൂബർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താണ് കിട്ടുന്നത് അത് അന്നേരം എടുത്തങ്ങ് യൂട്യൂബിലിട്ട് അലക്കണം. എന്തായാലും കൊള്ളാം. ആ ഒരു കുടുംബത്തിന് ഇന്ന് വരെ അലക്കി തീരാതെ കിടക്കുന്നു. രേണുസുതി വന്ന് ഇതിൽ അലക്കിയ ഒരാളിനെ ചീത്ത വരെ വിളിച്ച്, എന്നിട്ട് പോലും അയാൾ ഒരു തരത്തിൽ ഒതുങ്ങിയിട്ടില്ല. അയാൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പാവമാണ്. നിങ്ങളെല്ലാവരും അതിനെ ഒന്ന് വെറുതെ വിടുന്ന നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും അത് ഇവിടെ കിടന്ന് കുറേ അപവാദങ്ങൾ കേട്ടാണ് അത് ബിഗ് ബോസിലോട്ട് പോയത്. ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് അതിനെ വെറുതെ വിടുന്നില്ല. ഇന്നലത്തെ രംഗങ്ങളെല്ലാം എടുത്തിട്ടും കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാൾ. രേണു അങ്ങനെയാണ്, രേണു 50,000 രൂപ ഓഫർ ഇട്ടിട്ടാണ് കയറിയിരിക്കുന്നത്. ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞോ എന്തോ. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ യൂട്യൂബിൽ വന്ന് മെസ്സേജ് ഇട്ട കൊച്ച് ആ ബിഗ് ബോസ് നടത്തുന്ന ഒന്നീ അയാളെ ഭാര്യ ആയിരിക്കും, അതല്ലെങ്കിൽ അയാളെ പെങ്ങളായിരിക്കും. അല്ല പിന്നെ ഇതൊക്കെ എങ്ങനെ ഇവരറിയുന്നോ എന്തോ. ചുമ്മാ കുത്തിയിരുന്ന് ഓരോന്നങ്ങ് പറയും. ഇപ്പൊ ബിഗ് ബോസിലെ കാര്യം ഒന്നും പുറത്തു വിടത്തില്ലേ. പറഞ്ഞൊക്കെ ഒരാൾക്ക് എത്ര രൂപയെന്നൊക്കെ ഉള്ളത് ഇനി പതുക്കെ കൊണ്ടൊക്കെ നമ്മൾ അറിയത്തുള്ളൂ. ഇതിപ്പോ ബിഗ് ബോസിലോട്ട് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രേണുസുതിന് 50,000 രൂപ ഓഫർ. പിന്നെ ഒരു രേണുസുതി ബിഗ് ബോസിൽ കയറുന്നതിന് ഒരു 50,000 രൂപ ഓഫർ ഇടുമ്പോൾ അവരങ്ങ് പൊക്കിക്കൊണ്ട് പോകാൻ പോവുക. അവരോരോരുത്തരെ തിരഞ്ഞെടുത്താണെങ്കിൽ രേണുസുതിയെ തിരഞ്ഞെടുത്ത്. എന്തൊക്കെയാ ഈ പറയുന്നത്? ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്ന രേണുസുതിയെ കുറിച്ച് ഈ ആൾക്കാർ പറയാൻ പോകുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കൊക്കെ നാണമാനം ഇല്ലേടി ഇങ്ങനെ കിടന്ന് ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ടാ അപവാദം പറയാനായിട്ട്? നീ ഇവന്മാരൊക്കെ എന്തുകൊണ്ടാണ് ഈ കൊച്ചിനെ ഇങ്ങനെ കിടന്ന് അപവാദം പറയുന്നത്? നീയൊക്കെ ശരിയാണ്. ഈ വീഡിയോ കമന്റുകൾ ഇടുന്ന ഇവളുമാരായാലും ഇവന്മാരായാലും നീയൊക്കെ ശരിയാണ്. ആദ്യം നീയൊക്കെ നന്നാവാൻ നോക്ക്, എന്നിട്ട് ആ കൊച്ചിനെ എടുത്തിട്ട് അലക്ക്. എന്തൊരു കഷ്ടമാണോ എന്തോ. ഇനിയിപ്പോൾ ബിഗ് ബോസിലോട്ട് കയറിയിട്ടുണ്ട് എല്ലാണ്ണവും കൂടെ. വീഡിയോ ഒരു സന്ധ്യ ആകുമ്പോൾ അങ്ങോട്ട് മൊബൈൽ TV അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. ഓരോന്ന് വള്ളി ഉള്ളി കെട്ടാതെ ഒപ്പി എടുത്തു കൊണ്ടുവന്ന് യൂട്യൂബിൽ കൊടുക്കാനായിട്ട്. നിങ്ങളൊന്ന് മാറിപ്പിടിയിടേ. അതിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്. അതിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് പിടി. അവരും കൂടെ ഒന്ന് രക്ഷപ്പെടട്ടെ. രേണുസുതി എന്തായാലും നിങ്ങൾ എന്തായാലും നെഗറ്റീവ് ഇട്ടിട്ട് എന്തായാലും രേണുസുതി രക്ഷപ്പെട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അതിനകത്തുള്ള ആരെങ്കിലും വേറെ ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ട് അവരെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്തുക. അതല്ലേ നല്ലത്. ഈ ഒരാളെ തന്നെ അങ്ങ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കൊടി ശരിയാക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവും? വേറൊരാളെയും കൂടെ പിടിച്ച് അവരെയും കൂടെ ഇങ്ങനെട്ടൊക്കെ അലക്കാൻ നോക്കും. ഇനിയിപ്പോൾ മുക്കിലും മൂലയിലും ഒക്കെ ബിഗ് ബോസിൽ കുത്തിയിരിക്കുമല്ലോ. അപ്പോഴും അതൊക്കെ കമൻറ്റുകളൊക്കെ ഇട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതൊക്കെ ഒന്ന് ചെയ്ത് അവരെ കൂടെ ഒന്ന് എൻ്റെ പൊന്നല്ലേ ഒന്ന് വൈറലാക്കി കൊടുക്കും. കഷ്ടമുണ്ട്. രേണു എന്തായാലും വൈറലായി. ഇനി അതിനകത്തുള്ള നമ്മളെ ആരെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് വൈറലാക്കുക. അവരും കൂടെ ഒന്ന് രക്ഷപ്പെടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വരി മേടിക്കാം, അവർക്ക് വരി മേടിക്കാം. കേട്ടാ, എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളൊക്കെ എന്തോന്നോ എന്തായാലും പറഞ്ഞു അവളെ രക്ഷപ്പെട്ടു.